നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡിജിറ്റൽ സർവേ പ്രകാരമുള്ള തന്നെ സെയിം കോർഡിനേറ്റ്സ് നമ്മളിത് സെറ്റ് ഔട്ട് ചെയ്ത് മാർക്ക് തിരിച്ചു. സർവേ നമ്പർ പ്രകാരം തിരിയേണ്ട ഭാഗങ്ങളും തിരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനെപ്പറ്റിയൊരു കൂടുതൽ വിവരം നമുക്കിതിൻ്റെ പ്രോപ്പർട്ടി ഓണേഴ്സിനോട് ജസ്റ്റ് ചോദിക്കാം. അപ്പോൾ അവർ പ്രോപ്പർട്ടി ഓണേഴ്സെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ എന്തായിരുന്നു എന്ന് ഡിജിറ്റൽ സർവേ പ്രകാരം ഇത് കാണുന്ന നമ്മളെ വീഡിയോ കാണുന്നവർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ പ്രയോജനപ്പെടട്ടെ. അതിനായിട്ട് മാഡം, എന്തായിരുന്നു ഇവിടെ നമ്മുടെ ആവശ്യം എന്തായിരുന്നു, അല്ലെങ്കിൽ ഡിജിറ്റൽ സർവേക്ക് ശേഷം ഇവിടെ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നും എന്തിനാണ് ഞങ്ങളെ വിളിച്ചതും എന്നുള്ളത് ഒന്ന് വിശദമായി കൊടുക്കാമോ? ഡിജിറ്റൽ സർവേക്ക് മുമ്പ് വരെ 2 വസ്തുവായിട്ട് സെപ്പറേറ്റ് കിടന്ന വസ്തുവായിരുന്നു. അപ്പൊ നമ്മൾ സ്ഥലത്തിലെത്തിനാൽ ഈ വസ്തു ഒന്നായങ്ങ. അപ്പൊ ഡിജിറ്റൽ സർവേക്ക് വന്നപ്പം ഒന്നിച്ച് കയറി വന്നു. 2 സർവേ നമ്പറായിരുന്നു. 2 സർവേ നമ്പറായി. 2 സർവേ നമ്പർ ഒന്നായി. അപ്പൊ നമുക്ക് പ്രീമ്യൂട്ടേഷൻ സ്കെച്ച്, നമുക്ക് ഇത് സെയിൽ നടത്തേണ്ട വസ്തുവായിരുന്നു. അപ്പൊ നമുക്ക് പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് എടുക്കേണ്ടി വന്നപ്പോ നമുക്ക് അതില് ഒരു സാഹചര്യം കയറി വന്ന് വസ്തു സെപ്പറേറ്റ് ആക്കണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാദറിന്റെ പേര് അങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫാദറിന്റെ വസ്തു സെപ്പറേറ്റ് ആക്കണം, വിലയാധാരം മേടിച്ച വസ്തു സെപ്പറേറ്റ് ആക്കേണ്ട ഒരു സാഹചര്യം കയറി വരികയും ഇതിനു മുമ്പ് ഞാൻ കോണ്ടാക്ട് ചെയ്ത്, അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് 2 ദിവസം മുമ്പേ അറിയിക്കണമെന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് സർവേന്ന് മെസ്സേജ് വന്നു, ഞങ്ങൾ നാളെ വരും, ഇതേപോലെ നിങ്ങൾ കല്ലിട്ട് തിരിക്കണമെന്ന് പറഞ്ഞ്. അപ്പൊ നമുക്ക് വേറെ മാർഗമില്ലായിരുന്നു. ഈ കാറ്റത്ത് മഴയത്ത് ഞാൻ വിളിച്ചിട്ട് പോലും എറണാകുളത്ത് നിന്ന് വന്ന് പിറ്റേന്ന് തന്നെ വന്ന് ഞങ്ങൾക്ക് എല്ലാം സെപ്പറേറ്റ് ആക്കി. ഒത്തിരി സമയമൊന്നും എടുക്കേണ്ടി വന്നില്ല, കുറഞ്ഞ സമയത്തിനുള്ളിൽ വേഗം എല്ലാം കല്ലിട്ട്. ഡിജിറ്റൽ സർവേ ഉള്ളതുകൊണ്ട് നമുക്ക് ഉപയോഗമുണ്ട്. കാരണം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ അതിർത്തി കൃത്യമായിട്ട് അളന്ന് തിരിച്ച് മാറുന്നതിനും മഴക്കിനും ഒന്നിനും പോകേണ്ടി വന്നില്ല. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിർത്തി കൃത്യമായിട്ട് തിരിഞ്ഞു, കറക്റ്റ് ആയിട്ട് അതിർത്തി തിരിഞ്ഞു, എല്ലാം റെഡിയായി വന്നു. താങ്ക് യു സോ മച്ച് മാഡം. താങ്ക് യു.